ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ചക്ക കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കുന്നത് കേട്ടോ. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ചക്ക, നല്ല വിളഞ്ഞ ചക്ക, ചൂട് മധുരമുള്ള ചക്കയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ചക്കക്കുരു ഒക്കെ എടുത്താൽ ഞാൻ ആദ്യം കാണിച്ച ചക്കക്കുരു ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, വീട്ടിൽ പറിച്ചെടുത്തോണ്ട് വെച്ചിരുന്നതാണ്. രാവിലെ ചക്ക കൂട്ടാൻ വയ്ക്കാൻ വെച്ചിരുന്നതിൻ്റെ ബാക്കി ഞാൻ കുറച്ചെടുത്ത് വെച്ചിരുന്നു, വൈകിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ശർക്കരയൊക്കെ ചേർത്താണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് ആവശ്യത്തിന് അത് വേവാൻ കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ചേർക്കും. എന്നിട്ട് ഈ ചക്ക നമുക്കൊരു കലത്തിലോട്ട് മാറ്റാം വേവിക്കാനായിട്ടേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ശർക്കര പാനിയും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കും, ഒരു തുള്ളി ഏലക്ക ചേർക്കും, ആവശ്യം ചെറിയ മണത്തിന്, തോനെ ഏലക്ക ചേർക്കില്ല. ഇനി നമുക്കിതൊന്ന് ചക്കയൊന്ന് അടുപ്പിലിട്ട് വയ്ക്കാം. ആവി കയറി നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. നന്നായി നമുക്കൊന്ന് വേവിക്കാം. വെന്ത് കുഴഞ്ഞു പോകണ്ട കേട്ടോ, ഒരു പകുതി, ഒരു മുക്കാൽ വേവ് മതി. കാരണം ശർക്കരയും കൂടെ ഉള്ളത് വേവാൻ ഭയങ്കര താമസമാണ്. ഇനി നമുക്കൊരു മുറി തേങ്ങ, അപ്പം ഞാൻ ഇതിൽ ഒരു മുറി തേങ്ങ എടുക്കാം. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര ക്ഷാമമാണ്, നമ്മുടെ ഇവിടെ തേങ്ങയൊന്നും കിട്ടാനില്ല, ഭയങ്കര വിലയാട്ടോ. അപ്പം ഞാൻ തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ തിരുവി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മതി. അത് തോനെ ചക്കയൊന്നുമില്ല, നമ്മൾ കുറേശ്ശെ കഴിക്കാനായിട്ട് ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുക. അപ്പോൾ ഇന്നിപ്പം അത് ചക്ക കിട്ടി, അതുകൊണ്ട് വയ്ക്കുക. അപ്പം ഞാനിതാണ്ട് ഒരു പരുവായി തുടങ്ങി കേട്ടോ, തിളച്ച് വെന്ത് തുടങ്ങി. നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചതാ ഈ പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും, കണ്ടാ നല്ല ഭംഗിയുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് കാണിക്കാമേ. അപ്പോൾ ഇതാണ് സംഭവം, അടിപൊളിയാണ്. കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാൻ മറക്കരുത്, കാരണം ഇതിൽ വേറെ ഒരു കുഴപ്പവും വരത്തില്ല. ആവിയിൽ വേവിക്കുമ്പോൾ നല്ലതാണ്. ഓക്കെ, ബൈ.